ഒരു ദിവസം അംബാസഡറിനെ വിളിച്ച് ചോദിച്ചു, അവിടെ ഇരുത്തിയതിന് ശേഷം, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഉണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയുടെ അംഗങ്ങൾ ആരെങ്കിലും ഉള്ളതായിട്ട് ഞാൻ അറിയില്ല എന്ന ഇവിടെയും തൊടാത്ത മറുപടി ഞാൻ പറഞ്ഞു. ആ സമയത്ത് നീ കളവ് പറയരുത്, ആ മുഹമ്മദ് സലീം മൗലവി പിന്നെ ആരാ? മൗലവിയിലെ മുഹമ്മദ് സലീം പിന്നെ ആരാ? ഞാൻ പറഞ്ഞു, അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ അംഗമൊന്നുമല്ല. പിന്നെയോ, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ പഠിക്കാൻ വന്നു, തുടർ പഠനത്തിൽ വന്നു മഹദിയെ. ഞങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്, അതിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരുമാണ്. അതിൽ കവിഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് ഇസ്ലാമി അംഗമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നമുക്കവിടെ അന്ന് ധാരാളം ഗുണകാംക്ഷികളുണ്ട്. ഗുണകാംക്ഷികൾ എന്ന് പറഞ്ഞാൽ കൊട്ടേഷനിലാണ്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അംബാസഡറുടെ അടുത്തെത്തിയത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ കാക്കാമാരോടൊക്കെ മര്യാദയ്ക്ക് നടക്കാൻ പറ. ഞാൻ അവരെ ഇപ്പോൾ പറ്റി റിപ്പോർട്ടൊന്നും അയക്കുന്നില്ല, പക്ഷേ നിയമമൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് മര്യാദയ്ക്ക് നടക്കാൻ പറ എന്ന് അദ്ദേഹം പറഞ്ഞു.